ഗൗതം, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരിടം, നേരത്തെ പറഞ്ഞതുപോലെ പന്തള കൊട്ടാരത്തിലെ നാരായണവർമ്മ തമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭഗവാന്റെ പിതൃസ്ഥാനീയരാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ടം അത് എടുത്തു പറയേണ്ടത് തന്നെയല്ലേ? ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് ശബരിമലയിലെ ആചാര ലംഘനത്തിന്റെ കാലഘട്ടങ്ങളിൽ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന ഘട്ടത്തിൽ അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ പന്തളം കൊട്ടാരവും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ ഈ പന്തളത്ത് അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്ന ഘട്ടത്തിലുമെല്ലാം അതിന് പൂർണ്ണ പിന്തുണയുമായി നമുക്കൊരു ചെറിയ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഗൗതം. കാരണം അദ്ദേഹം നമുക്കൊപ്പം സജീവമായി, നമുക്കൊപ്പം പമ്പാ സംഗമ സമയത്ത് അദ്ദേഹം നമുക്കൊപ്പം ചേർന്ന്, അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാകും, എല്ലാ കാര്യങ്ങളും ശക്തമായി തന്നെ നിലപാടിൽ ഉറച്ച് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അത് അപാരം തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരും അദ്ദേഹം ഇന്ന് അല്പം ഒന്ന് വയ്യാതെയായി, അദ്ദേഹം ഒരു അസുഖബാധിതനായി കിടപ്പിലാണ്. ഒരു പനി അറിയിച്ചിരുന്നു, ഒരു പനി ബാധിതനാണ്. അദ്ദേഹം വേഗം ഉഷാറായി കർമ്മപദത്തിലേക്ക് തിരിച്ചെത്തും. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം. പകരം നമുക്കൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആൾ കൂടി ചേരുന്നുണ്ട്, അല്ലേ ഗൗതം? നിർവാഹക സമിതി സെക്രട്ടറി MR സുരേഷ് വർമ്മ തമ്പുരാൻ മിഥുൻ മുരളിക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിലേക്ക് പോകും. ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം പന്തളം ഏറ്റവും പ്രധാനമായ ഇടങ്ങളിൽ ഒന്നാണ്. പന്തളം കൂടാതെ ശബരിമല തീർത്ഥാടനം പൂർത്തിയാവുകയില്ല. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നിരവധിയായ ഭക്തജനങ്ങളാണ് ഇനി ഒരാഴ്ചക്കകം പന്തളത്തേക്ക് എത്തുക. പന്തളം കൊട്ടാരം, ഒപ്പം തിരുവാഭരണ ദർശനം, പന്തളം ക്ഷേത്ര ദർശനം എല്ലാം പൂർത്തിയാക്കിയായിരിക്കും തീർത്ഥാടനം പുണ്യകരമായിട്ടുള്ള തീർത്ഥാടനത്തിന്റെ ഘട്ടങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകുക. തീർത്ഥാടകർ മാത്രമല്ല, നിരവധിയായിട്ടുള്ള അയ്യപ്പ ഭക്തരും തിരുവാഭരണ ദർശനത്തിനുമൊക്കെയായി പന്തളത്തേക്ക് എത്തും. മറ്റ് ഇടത്താവളങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പരാതികൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ കുറവായിരുന്ന, പരിമിതമായ പരാതികൾ മാത്രം, അല്ലെങ്കിൽ പരാതികൾ തീർത്തും ഒഴിവാക്കപ്പെട്ട ഒരു സാഹചര്യം, അത് പന്തളത്ത് നിന്ന് മാത്രം ഉണ്ടായ കാര്യമാണ് എന്നത് ശ്രദ്ധേയമായിരുന്നു. അതിന് കാരണം പന്തളം നഗരസഭയും ഒപ്പം തന്നെ പന്തളം കൊട്ടാരവും മുൻകൈ എടുത്തുകൊണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പന്തളത്തിന്റെ മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും കെട്ടിടങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുള്ള ഉടമസ്ഥാവകാശം, അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തേണ്ടത് ദേവസ്വം ബോർഡാണെങ്കിലും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ പന്തളം നഗരസഭയും ഒപ്പം പന്തളം കൊട്ടാരവും മുൻകൈ എടുത്തുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ക്രമീകരണങ്ങൾ ഭക്തജനങ്ങൾക്കായി ഒരുക്കി നൽകിയിരുന്നു. ഇപ്പോൾ പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ തമ്പുരാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്നു മണ്ഡലകാലത്തിന്. ദേവസ്വം ബോർഡിനോട് ഭക്തജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇനി ഒരുക്കേണ്ടത് എന്ന കാര്യത്തിൽ പന്തളം കൊട്ടാരത്തിന് എന്തൊക്കെയാണ് ആവശ്യപ്പെടാനുള്ളത്? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇവിടെ തയ്യാറെടുപ്പുകൾ ഉണ്ടാകേണ്ടത്? സ്വാമി ശരണം. ഇവിടെ ഇനിയും ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കുകയാണല്ലോ. ഒരാഴ്ചയോട്ടോ ഇനി സമയമുള്ളൂ. 17-ാം തീയതി 1-ാം തീയതി. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പന്തളം മുനിസിപ്പാലിറ്റിയും തിരുവാഭരണ സംബന്ധമായ കാര്യങ്ങൾ പന്തളം കൊട്ടാരവും ആണ് നോക്കുന്നത്. തിരുവാഭരണത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, തിരുവാഭരണം ദർശനത്തിന്, ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത്, ഭക്തജനങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് താമസിക്കാൻ വിരി വെക്കാനുള്ള സൗകര്യമാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പിൽഗ്രിം ഷെൽട്ടറുണ്ട്. അവിടെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുമാത്രം അവർക്ക് പ്രയോജനപ്രദം ആകുന്നു എന്നുള്ളത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാര്യം, കഴിഞ്ഞ വർഷം ഭക്തജനങ്ങൾ വന്ന് അവർക്ക് വളരെ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. കിടക്കാനുള്ള സൗകര്യങ്ങൾ, കിടക്കപ്പായില്ല, ഫ്ലോറിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇത്തവണ മാറണം എന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ MLA വിളിച്ചുകൂട്ടിയ ആദ്യത്തെ അവലോകനത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്നും വൈകിട്ട് ഇവിടെ അവലോകന യോഗമുണ്ട്. ദേവസ്വം ബോർഡ് ഒന്നുകൂടെ ആക്റ്റീവായിട്ട്, ഇത്തവണ എനിക്ക് തോന്നുന്നു വർക്കുകളൊക്കെ വളരെ താമസിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മറ്റു പല പ്രശ്നങ്ങളും കൊണ്ടാവാം അവരുടെ ഒരു ഉന്മേഷക്കുറവ് അനുഭവിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിലും ഇപ്പോൾ മാറുകയാണ് 13-ാം തീയതി. അപ്പോൾ അവിടെ ഒരു ഭരണ സ്തംഭനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ആയിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം ഇവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വർക്കുകളുടെ ഒരു പുരോഗമനം അങ്ങനെ കാണുന്നില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാ സംവിധാനത്തിലും ഉള്ളതാണല്ലോ. അവസാന നിമിഷത്തിൽ ഒരു ഓടിപ്പടച്ച് ചെയ്ത് തീർക്കുന്ന പ്രവണത അത് തന്നെയാവാം ഇത്തവണ ഉള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് നടക്കുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഉള്ളത്, ഈ ഭക്തജനങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ ഇല്ലാത്തത്. അത് കൊട്ടാരം ഇത്തവണ അതിനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്.
കൊട്ടാരം ഫ്രീ ആയിട്ട് അതിനുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട്. ഒരു 100 വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കാണും. മറ്റ് ഇവിടെ ദർശനത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ തിരുവാഭരണ ദർശനത്തിനാണ്, ക്ഷേത്രത്തിൻ്റെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഉടൻ തന്നെ പൂർത്തിയാവുമെന്ന് വിചാരിക്കുന്നു. ഈ മെയിനായിട്ട് വരുന്ന ഭക്തജനങ്ങൾ ഞാൻ പറഞ്ഞില്ല, താമസിക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ മറ്റേ ടോയ്ലറ്റ് ബാത്റൂം സൗകര്യങ്ങളും അതാണ് നമുക്ക് എപ്പോഴും വേണ്ട. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സംവിധാനം. ഭക്തരാണെങ്കിലും അവർ കറുത്ത വസ്ത്രം അണിഞ്ഞ് വരുന്നവരാണെങ്കിലും അവർ വളരെ വിലപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് വേണ്ട സൗകര്യം വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുന്നതിന് ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും എല്ലാവരും അവരാണല്ലോ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. മെയിനായിട്ട് ദേവസ്വം ബോർഡ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടത്. അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം ഈ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മരാമത്ത് ജോലികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വളരെ വൈകി ആരംഭിച്ചത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അത് പല പണികളും നടക്കുന്നു. ആ സമയത്ത് തീർത്ഥാടകർ ഇവിടെയുണ്ട്. അങ്ങനെ ഇത്തവണയും അവസാന നിമിഷമാണ് പല പണികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. കെട്ടിടങ്ങളുടെ പണി കൊല്ലം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെയിനായിട്ട് ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണുള്ളത്. മെയിനായിട്ട് ബാത്റൂമിൻ്റെ കഴിഞ്ഞോണയൊക്കെ ഉണ്ടായിരുന്ന ബാത്റൂമിൻ്റെ പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഡിലേ ഒക്കെ വന്നു. അത് ഇത്തവണ അവർ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ പൊസിഷൻ എനിക്ക് അറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്ന അവസാന നിമിഷം അത് എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ദേവസ്വം ബോർഡാണല്ലോ അന്നദാനമൊക്കെ ക്രമീകരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? അന്നദാനം, അതുപോലെ വെള്ളം, കുടിവെള്ള വിതരണം, അതുപോലുള്ള കാര്യങ്ങൾ. അന്നദാനം കൊല്ലം ഉണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം വന്ന് MLA മീറ്റിംഗ് അന്നദാനം ഉള്ളതായിട്ടാണ് അറിഞ്ഞത്. അത് ദേവസ്വം ബോർഡും പിന്നെ ഉപദേശ സമിതിയുണ്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ, അവരും കൂടാണ് അത് എല്ലാം ചെയ്യുന്നത്. ഇന്ന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ, അവലോകന യോഗം വിളിച്ചിട്ടുണ്ടല്ലോ. കൊട്ടാരം എന്തൊക്കെ ഇനി ഇപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങൾ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിർദ്ദേശിക്കാനുള്ളത് ദേവസ്വം ബോർഡിനോട്? അത് ഇവിടുത്തെ മാത്രമുള്ള അല്ല, അവലോകനോ ഇവിടുത്തെ ഈ ഡിസ്ട്രിക്ട് ബാക്കിയുള്ള ക്ഷേത്രങ്ങളും എല്ലാം കൂടെ വന്നതാണ്. അപ്പോൾ അതിനകത്തൊരു വ്യക്തമായ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് ഏതൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമുക്കിവിടെ കാണുന്ന വർക്കുകൾ മാത്രമേ, പ്രത്യക്ഷത്തിൽ കാണുന്ന മാത്രമേ നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നപ്പോൾ അവരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. തിരുവാഭരണ ദർശനവും മറ്റ് ക്രമീകരണങ്ങളുമായി കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടല്ലേ? കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ഫിനിഷിംഗ് ഈ പറഞ്ഞ പോലെ നമുക്ക് അധികം ഫിനിഷിംഗ് കാര്യങ്ങളില്ല. നമുക്കിപ്പോൾ അശുദ്ധിയായിരുന്ന കാലം ഇന്നലെയാണ് അത് മാറിയത്. അതിനുശേഷം നമുക്ക് പുതിയ ഈ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്കിനി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തിരുവാഭരണ മാളികയുടെ ആണെങ്കിൽ അത്യാവശ്യ പണികൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ എല്ലാ വർഷങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ എന്തെങ്കിലും കാണണമല്ലോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് നമ്മുടെ ഈ പോർഷനിലാണെങ്കിലും നമ്മളൊരു പെർമനൻ്റ് ആയിട്ടൊരു സ്ട്രക്ചർ ചെയ്യാൻ ഇത്തവണ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇല്ലെങ്കിൽ നമ്മൾ ടെമ്പററി പന്തലിടുമ്പോൾ അതെപ്പോഴും മാറ്റി ഇളക്കുകയൊക്കെ വേണ്ടല്ലോ. ഇത്തവണ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പന്തലിടാൻ, അതുപോലെ ബാക്കിയുള്ള അങ്ങോട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഭക്തജനങ്ങൾക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇത്തവണ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട്. പന്തളം കൊട്ടാരം മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ സമയബന്ധിതമായി തന്നെ പൂർത്തീകരണം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു എന്നാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞത്. അതുമാത്രമല്ല, ഭക്തജനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമടക്കം പാർക്കിങ്ങിനുള്ള സ്ഥലം അടക്കം പന്തളം കൊട്ടാരം സൗജന്യമായി നൽകുന്നുണ്ട് ഇത്തവണ എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പന്തളം കൊട്ടാരവും മുനിസിപ്പാലിറ്റിയും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് സമയബന്ധിതമായി നീങ്ങുന്നു. ദേവസ്വം ബോർഡിനോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഇന്നും വൈകിട്ട് 4 മണിക്കും അവലോകന യോഗം ചേരുന്നുണ്ട്. ആ അവലോകന യോഗത്തിലും നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പന്തളം കൊട്ടാരം പ്രതിനിധി അറിയിച്ചിരിക്കുന്നത്. മിഥുൻ, വളരെയധികം നന്ദി. വളരെ പ്രധാനപ്പെട്ട പ്രതികരണം.